നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, അത് തീവ്രമാണെങ്കിൽ എന്നെങ്കിലും നിങ്ങളെ തേടി വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെൻ്റെ കാര്യത്തിൽ സത്യമാണ് കേട്ടോ. കാരണം ഞാൻ 25 വർഷം മുമ്പ് ആഗ്രഹിച്ച ഒരു കാര്യം 25 വർഷങ്ങൾക്ക് ശേഷം അത് നടന്നു. ആ 25 വർഷവും എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ 25 വർഷത്തിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി അത് നടക്കത്തൊന്നുമില്ല, എന്നും ഇങ്ങനെ ഒരാഗ്രഹമായിട്ട് അങ്ങ് നിൽക്കും. ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ +2 കഴിഞ്ഞ സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം നഴ്സിംഗ് പഠിച്ച് വിദേശത്ത് പോകണം എന്നുള്ളതായിരുന്നു. അതായത് ഇന്ത്യ വിടുക. ഇന്ത്യയോട് പ്രത്യേകിച്ച് വിദ്വേഷമൊന്നും ഉണ്ടായിട്ടല്ല. അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേഴ്സുമാർ വിദേശത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കി കുടുംബം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം. എന്നേക്കാളൊരു 10 വർഷം മുമ്പൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. അതായിരുന്നു അന്ന് എനിക്ക് ചുറ്റുമുള്ള വീടുകളിലെ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, നഴ്സിംഗ് പഠിച്ച് വിദേശത്ത് പോയി പൈസ ഉണ്ടാക്കി ജീവിക്കണം എന്നുള്ളത്. പക്ഷേ ആഗ്രഹം പല പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ഇന്ന് 25 വർഷങ്ങൾക്ക് ശേഷം ആഗ്രഹം മനസ്സിലെങ്ങനെ ഉണ്ടായിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം ഒരവസരം വന്നപ്പോൾ ഞാനത് പ്രയോഗിച്ചു. ഇപ്പോൾ ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാഗ്രഹം, മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന ഒരാഗ്രഹം അത് നടന്നു എന്ന് മാത്രം. അതിൽ ഇപ്പം ഞാൻ UK-യിലാണുള്ളത്, സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത്. അപ്പോൾ UK-യിൽ വന്നതിന് ശേഷം ഇപ്പോൾ 1 വർഷം ആകാൻ പോവുകയാണ്. വന്നതിന് ശേഷമുള്ള ചില അനുഭവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് പൊതുവേ UK-യെക്കുറിച്ച് വലിയ മതിപ്പൊന്നും ഇല്ല. ഇപ്പോൾ UK വന്നിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ എത്രമാത്രം അതിനെക്കുറിച്ച് ധാരണയുണ്ട് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഇവിടെ വന്നവർ പല റീലുകളിലും UK പൊട്ടിപ്പാളീസായിട്ടാണ് അനുഭവം. അതൊരു സത്യമാണ്. എന്നിരുന്നാലും ചിലരൊക്കെ വിചാരിക്കും പോയവർ പോയി രക്ഷപ്പെട്ടു, ഇനിയുള്ളവർ വരാതിരിക്കാൻ വേണ്ടി പറയുന്നതാകും. അങ്ങനെയൊന്നുമല്ല. കാരണം ഞാനും അങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചാണ് ഇവിടെ എത്തിയത്. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ വിചാരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ജോലികൾ കിട്ടും. ആപ്പിൾ തോട്ടം, മുന്തിരിത്തോട്ടം, അങ്ങനെ സ്ട്രോബെറി തോട്ടങ്ങൾ, അവിടെയൊക്കെ നമുക്ക് പണി കിട്ടും. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നല്ല പണി കിട്ടും. ദൈവത്തിൻ്റെ ഏതൻ തോട്ടം പോലുള്ളൊരു തോട്ടമായിരിക്കും UK എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി കേരളം തന്നെയാണ് നല്ലത്. ഗോഡ്സ് ഓൺ കൺട്രി സത്യത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ് എന്ന് അനുഭവിച്ച് മനസ്സിലാക്കിയെങ്കിൽ ചിലർ അതൊക്കെ മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ വന്നത് ഈ ലേറ്റായിട്ടുള്ള ഈ അവസ്ഥയിൽ, അതായത് എൻ്റെ നല്ല പ്രായത്തിൽ ആഗ്രഹിച്ച ആ ആഗ്രഹം ഇപ്പോൾ കുറച്ച് മധ്യവയസ്കിലെത്തിയിരിക്കുന്ന ഈ സമയത്ത് വന്നെങ്കിൽ അത് ആഗ്രഹത്തിൻ്റെ ഒരു തീവ്രത കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ IELTS പഠിച്ച് 6.5 സ്കോറായിരുന്നു നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരണമെങ്കിൽ ഇവിടെ വേണ്ടത്. ഇവിടെ വരാൻ വേണ്ടി IELTSന് സ്റ്റുഡൻസിന് വേണ്ട സ്കോർ 6.5ആണ്. അപ്പോൾ ഒരു ഏജൻസി വഴി തന്നെയാണ് വന്നത്. ഏജൻസിക്ക് പൈസ ഒന്നും വേണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഫീസൊക്കെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചാൽ മതി. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏജൻസിക്ക് കമ്മീഷൻ കൊടുക്കുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ 50-50 ഒക്കെ ആയിരിക്കും. യൂണിവേഴ്സിറ്റി നല്ല കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കഥകളൊക്കെ ഞാൻ വഴിയെ പറയുന്നതാണ്. പല ലോൺ എടുത്ത് നമ്മൾ ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കാതെ നമുക്ക് വരാൻ പറ്റത്തില്ല. അങ്ങനെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും വരുമായിരുന്നല്ലോ. ഇപ്പം പക്ഷേ ഫീസ് അടച്ചാലും വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഇവരെ ഗവൺമെൻറ് തന്നെ പല നിയന്ത്രണങ്ങളും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫീസ് അടയ്ക്കാൻ കാശ് ഒരുപാട് ഇങ്ങനെ സമ്പാദിച്ചു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പല ലോണുകൾ, പേഴ്സണൽ ലോൺ എടുത്തു, ഗോൾഡ് ലോൺ എടുത്തു. പിന്നെ ഏജൻസി നമ്മളെ സഹായിക്കും. അവരൊരു ലോൺ വേറൊരു ഏജൻസിയായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഏജൻസി ലോണും നമുക്ക് കിട്ടും. നമ്മളെ വിടണമെന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവർ
സാധ്യമായ എല്ലാ വഴികളും പറഞ്ഞ് നല്ല ഏജൻസിയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളിവിടെ എത്തിക്കും. അപ്പം പേരുള്ള ഏജൻസിയൊക്കെ ആണെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് തന്നെ എത്തിക്കും. യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മളെത്തും. പിന്നെ നമ്മൾ ക്യാഷ് കയ്യിൽ കരുതിയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ സമാധാനമായിട്ട് ജീവിക്കാം. അപ്പം നമുക്ക് ലോണ് കൃത്യമായിട്ടും നമ്മൾ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ടാവണം. അതെന്തായാലും ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ ജോലി കിട്ടിയില്ലെന്നും വരാം. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഒക്കെ ഉള്ളവരാണെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് ജോലി കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ എന്തെങ്കിലുമൊക്കെ നാട്ടിലെ കൂലിപ്പണി ചെയ്ത് ജീവിക്കാനേ സ്റ്റുഡൻസിന് പറ്റത്തുള്ളൂ. നേഴ്സുമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് NHSലോ കെയർ ഹോമിലോ ഒക്കെ കയറാൻ സാധിക്കും. പിന്നെ അല്ലെങ്കിൽ അതുപോലെ കാലിബറുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ ജോലി കിട്ടും. ആ ഫീൽഡെന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി കിട്ടുന്ന ചില സാധ്യതകൾ കണ്ടിരിക്കുന്നത് എൻജിനീയർമാർക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ജോലിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ. പിന്നെ ഡോക്ടർമാർക്ക് ജോലി കിട്ടും. ഐ ടി പ്രൊഫഷന് നല്ല സ്കില്ലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ജോലി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ മറ്റേത് കോഴ്സുകൾ എടുത്താലും നമ്മൾ പരിശ്രമിച്ച് കുറേ വർഷങ്ങൾ ഇവിടെ നിന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കാം. എക്സ്പീരിയൻസ് എല്ലായിടത്തും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും പഠിച്ചിറങ്ങുന്നവരോട് എക്സ്പീരിയൻസ് ആണല്ലോ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ എക്സ്പീരിയൻസ് ഇവിടെ ഒരു കാര്യമാണ്. പിന്നെ നാട്ടിൽ നമ്മൾ ഒരു 20-10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. ഇവിടുത്തെ UK നമ്മൾ ആ ഫീൽഡിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ നല്ല പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1 വർഷം ഫ്രീ ആയിട്ടോ വോളണ്ടിയർ ആയിട്ടോ ട്രെയിനി ആയിട്ടോ ഒക്കെ നിന്ന് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് സമ്പാദിച്ച് പതുക്കെ ഒരു ജോലിയിലേക്ക് കയറാം. അതിപ്പോൾ നാട്ടിലേതുപോലെ തന്നെയാണ്. നാട്ടിലാണെങ്കിലും ബിരുദാനന്തര ബിരുദവും PhD എല്ലാം ഉള്ളവരും ജോലി തെണ്ടി നടക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് എല്ലാം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ്. ഇവിടുത്തെ ആളുകൾക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവരൊന്നും അധികം അവരിവിടുത്തെ 10ാം ക്ലാസ് എന്ന് പറയുന്നത് പണ്ടത്തെ 10ാം ക്ലാസ് പോലെ GCSE ആണ് ഇവിടുത്തെ 10ാം ക്ലാസ്. അത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടും. പിന്നെ അവർ ഓരോ വർഷവും ജോലി ചെയ്യുന്നതനുസരിച്ച് അവർക്ക് അവരുടെ ഈ നാട്ടിലെ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അതിനകത്ത് ഉന്നതി ലഭിക്കും. അവർക്ക് അടുത്ത വർഷം അടുത്ത ലെവലിലേക്ക്, ഇവിടെ ലെവലാണ് ഓരോ ജോലിക്കും ഓരോ ലെവലാണ്, ലെവൽ 1, ലെവൽ 2 അല്ലെങ്കിൽ ABC അങ്ങനെ ലെവലുകൾ, ഹയർ ലെവലുകളിലേക്ക് അവർക്ക് കയറിപ്പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം പഠിക്കേണ്ടതില്ല. കോളേജിലൊക്കെ പോകുന്നത് വളരെ അത്ഭുതമാണ് ഇവിടെയുള്ള ആളുകൾ. കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ +1 +2 ആണ്. ഇവിടെ 12ഉം 13ഉം. ഇവിടെ 10ാം ക്ലാസ് എന്ന് പറയുന്നത് 11ാം ക്ലാസ് വരെ പഠിക്കണം. എന്നാലേ ഉള്ളൂ GCSE, നമ്മുടെ SSLC എന്ന് പറയുന്ന പോലെ GCSE പാസ്സാകത്തുള്ളൂ. പിന്നെ 12ഉം 13ഉം ഇവിടെ കോളേജ് എന്നാണ് പറയുന്നത്. കോളേജിൽ വരെ പഠിക്കുന്നത് ഇവിടെ ഭയങ്കര മഹത്തായ സംഭവമാണ്. അതായത് നമ്മുടെ നാട്ടിലെ നമ്മളൊരു പണ്ട്, അതായത് എൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെയൊക്കെ കാലത്ത് 10ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു വിദ്യാഭ്യാസമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അന്നത്തെ ആ ഒരു അവസ്ഥയാണ് ഇപ്പം ഇവിടുത്തെ 10ാം ക്ലാസ്. അപ്പോൾ ഇവിടെ 10ാം ക്ലാസ് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട് ഇവിടെ പഠിക്കുന്നവർക്ക്. പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ വന്ന് ഈ ലെവൽ 7 ആണ് ഇവിടുത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത്. അതൊന്നും ഇവിടെ നമ്മളൊന്നും വന്ന് പഠിച്ചിട്ട് നമുക്കൊന്നും അതിൻ്റേതായ വില ഇവർ തരത്തില്ല. ഇവിടെ ഉള്ളവർ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോളേജിൽ പഠിപ്പിക്കാനും അങ്ങനെ ഉന്നതമായ പ്രൊഫഷണലിലേക്കൊക്കെ അവർക്ക് കയറാൻ പറ്റും. പക്ഷെ ആരും യൂണിവേഴ്സിറ്റി തലത്തിലേക്കൊന്നും പഠിക്കാറില്ല. ബിരുദവും ബിരുദാനന്തര ബിരുദവും PhD ഒക്കെയാണ് യൂണിവേഴ്സിറ്റികളിൽ ഉള്ള കോഴ്സുകൾ. അതായത് ഓരോ കൗണ്ടിയിലും ഓരോ യൂണിവേഴ്സിറ്റികൾ കാണും. അവിടെ മുഴുവൻ പഠിക്കുന്നത്, എൻ്റെ അനുഭവത്തിൽ പഠിക്കുന്നത് ഒരു 98% പേരും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, അതായത് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരും ഇന്ത്യയിൽ നിന്ന് വരുന്നവരും കെനിയയിൽ നിന്ന് വരുന്നവരും ഒക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസാണ് കാണുന്നത്. അപ്പം അതുപോലെ തന്നെ വലിയ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ ചിലപ്പം
ഇംഗ്ലീഷുകാർ പഠിക്കുന്നുണ്ടാവും. അവിടെ ഒന്നും നമുക്ക് പ്രവേശനം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങോട്ടേക്കൊന്നും ഞാൻ പോയില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തായാലും ഇവിടെ ഉള്ളവർ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെയായിരിക്കും പഠിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വളരെ എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അവർ വന്ന് പഠിക്കുന്നുണ്ടാവും. അത് കുട്ടികളുടെ കാര്യം. ഞാനിപ്പോൾ ഇവിടെ എത്താൻ വേണ്ടി കുട്ടിയായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ കുറച്ച് കഥകൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഇനി ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ചില റീലുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റീലുകൾ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ? ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളാരാന്ന് എനിക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ വെറുതെ ഒരു ഷോർട്സ് ഇട്ടിട്ട് അതിന് 1000 വ്യൂസ് ഉണ്ട് കേട്ടോ, പക്ഷെ ഒരാൾ ഒരു ലൈക്ക് പോലും ചെയ്തില്ല. അതെനിക്കറിഞ്ഞുകൂടാ, വീഡിയോയുടെ മെച്ചം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻ്റ് ഇടുക. എന്നെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻ്റ് ഇടുക, ആരാന്നൊക്കെ ഒന്ന് പറയുക, പിന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.